الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയുള്ള ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രശംസിക്കുകയും പുകഴ്ത്തിപ്പറയുകയും ചെയ്ത ഒരു വിഭാഗമാണ് അള്ളാഹു സ്നേഹിക്കുന്നയാളുകൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നയാളുകൾ. പരിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനി. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും അവരുടെ ദീൻ വിട്ട് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫസയഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു വേറൊരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. അതാണ് അവരുടെ ഒന്നാമത്തെ സവിശേഷത. യുഹിബ്ബുഹും, അള്ളാഹുവിന് അവരെ ഇഷ്ടമായിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. അത് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്, ഗുണമാണ്. വയുഹിബ്ബൂനഹു, അവരല്ലാഹുവിനെയും ഇഷ്ടപ്പെടും. അവരുടെ പ്രത്യേകത എന്താണ്? അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. മുഅ്മിനീങ്ങളോട് വളരെ ദയയോടെ വളരെ മാന്യമായി പെരുമാറുന്നവരും, കുഫാറുകളോട്, അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് കർക്കശ സ്വഭാവത്തോടെ പെരുമാറുന്നവരുമായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കും. ആക്ഷേപിക്കുന്ന ആക്ഷേപകരുടെ ആക്ഷേപങ്ങളെ അവർ തിരിഞ്ഞു നോക്കുകയില്ല, ഭയപ്പെടുകയില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. ഈ ഒരു സവിശേഷത അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണിത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാൻ, അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെടാൻ, അതേ പ്രകാരം തന്നെ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന സവിശേഷതകൾ, ഇതെല്ലാം അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ഫദ്ലാണ്, ഔദാര്യമാണ്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വളരെ വിശാലത ചെയ്യുന്നവനും എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു ഇഷ്ടപ്പെടുമെന്നുള്ളതാണ്. അള്ളാഹു ചില ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ സ്വഹാബികളുടെ മായിട്ടൊരു യാത്രയിലാണ്. യാത്രയുടെ ഇടയിൽ ഒരു ജനവിഭാഗത്തിൻ്റെ അരികിലൂടെ വാഹനം കടന്നു പോകുമ്പോൾ ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ വാഹനത്തിൽ പെടാതിരിക്കാൻ ഓടി വന്ന് എൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ വാരിപ്പുണരുന്നുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, ഈ ഉമ്മ അവരുടെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ അല്ലെങ്കിൽ തീയിലിടാൻ ഒരുക്കമാകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി വേറൊരു രീതിയിലാണ്. ഒരിക്കലുമില്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, വല്ലാഹി ലാ യുൽഖില്ലാഹു ഹബീബഹു ഫിന്നാർ. ആ സ്ത്രീ അവളുടെ കുട്ടിയെ അപകടത്തിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയില്ല. എന്നിട്ട് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിനെ, അവൻ ഇഷ്ടപ്പെടുന്നവനെ നരകത്തിലിടുക തന്നെ ചെയ്യില്ല. അപ്പോൾ അള്ളാഹു ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നത് കാണാം, ഹിയൽ മൻസിലത്തുല്ലത്തി ഫീഹാ തനാഫസൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത്. എനിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം വേണം, എന്നെ അള്ളാഹു ഇഷ്ടപ്പെടണം, എനിക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടണം. ഇതിനാണ് ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇതിനായിരിക്കട്ടെ അവൻ്റെ മത്സരം. വ ഇലൈഹാ ഷഖസൽ ആമിലൂൻ. പണിയെടുക്കുന്നവർ ഇതിലേക്ക് അവൻ്റെ മുഖം തിരിക്കട്ടെ, ഇതിനു വേണ്ടി അവൻ എടുക്കട്ടെ. വ ഇലാ ഇൽമിഹാ ഷമ്മറ സാബിഖൂൻ. മുൻകടന്നിരിക്കുന്ന, പണിയെടുത്ത് മുൻകടക്കുന്നവർ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കട്ടെ. വ അലൈഹാ തഫാനൽ മുഹിബ്ബൂൻ. ഇഷ്ടപ്പെടുന്ന സ്നേഹിതർ ഇതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം സമർപ്പിക്കട്ടെ. വബിറൂഹി നസീമിഹാ തറവ്വഹൽ ആബിദൂൻ. ഇബാദത്തുകൾ അർപ്പിക്കുന്ന ആളുകൾ അവർക്ക് ആശ്വാസം ലഭിക്കുന്നത് ഈ സ്നേഹത്തിൽ നിന്ന് വരുന്നതായ കാറ്റിലൂടെയാണ്. അത് അവരുടെ ശരീരത്തിൽ തഴുകുമ്പോഴാണ്. വഖൂത്തുൽ ഖുലൂബ്. ഹൃദയത്തിൻ്റെ ആഹാരം യഥാർത്ഥത്തിൽ ഈ സ്നേഹമാണ്. വഗിദാഉൽ അർവാഹ്. ആത്മാവിൻ്റെ ഊർജം അതാണ്. വഖുറത്തുൽ ഉയൂൻ. കണ്ണിന് കുളിർമയേകുന്നതും യഥാർത്ഥത്തിൽ ഈ സ്നേഹമാണ്. എന്നിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്, ഹിയൽ ഹയാത്തുല്ലത്തി മൻ ഹുരിമഹാ ഫഹുവ മിൻ ജുംലത്തിൽ അംവാത്. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതം. ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ മരിച്ചവരുടെ കൂട്ടത്തിലാണ്. ഹിയൻ നൂറുല്ലദീ മൻ ഫഖദഹു ഫഹുവ ഫീ ബിഹാരി ദുലുമാത്ത്. ഈ സ്നേഹം എന്നുള്ളത് പ്രകാശമാണ്. ആർക്കാണോ ആ പ്രകാശം നഷ്ടപ്പെട്ടത് അവൻ കൂരിരുളിൻ്റെ സമുദ്രങ്ങളിലായിരിക്കും, അവന് വെളിച്ചം ലഭിക്കുകയില്ല. ഹിയ ശിഫാഉല്ലദീ മൻ ഉദിമഹു ഹല്ലത് ബിജിസ്മിഹി ജമീഉൽ അസ്ഖാം. ഇതാണ് രോഗങ്ങളുടെ ശമനം. ഒരാൾക്ക് ബാധിക്കുന്ന ഏത് രോഗമാകട്ടെ, ഇതാണ് അതിനുള്ള ശമനം. ഈ ശമനൌഷധം ഒരാൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ശരീരം മുഴുവനും രോഗങ്ങളായിരിക്കും. വഹിയൽ ലദ്ദത്തുല്ലത്തി മൻ ലം യദ്ഫർ ബിഹാ ഫഐഷുഹു കുല്ലുഹു ഹുമൂമുൻ വ ആലാമുൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള രസം, യഥാർത്ഥത്തിലുള്ള ആസ്വാദനം. അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്നതാണ്. മനുഷ്യർ പല പല ആളുകളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുമ്പോൾ അവർക്ക് പല ലദ്ദത്തുകളുണ്ടാകും, പല ആസ്വാദനങ്ങളുണ്ടാകും, പല രസങ്ങളുണ്ടാകും. പക്ഷേ അത് നൈമിഷികമായിരിക്കും, പെട്ടെന്ന് അവസാനിച്ചു പോകും. ചിലപ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് കഠിനമായ ദുഃഖമായിരിക്കാം, കഠിനമായ വേദനകളായിരിക്കാം. പക്ഷേ അള്ളാഹുവിനെയാണ് ഒരാൾ സ്നേഹിക്കുന്നത് എങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം, അതാണ് യഥാർത്ഥത്തിലുള്ള ലദ്ദത്ത്, ആസ്വാദനം, രസം. അതാണ്. അത് ആർക്ക് ലഭിക്കുന്നില്ലയോ അവൻ്റെ ഹൃദയങ്ങളിൽ, അവൻ്റെ മനസ്സുകളിൽ ക്ലേശങ്ങളായിരിക്കും, ദുഃഖങ്ങളായിരിക്കും, വേദനകളായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, മനുഷ്യൻ ഇതിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ അതിൻ്റെ ആശയം ഇതാണ്, ഈ സ്നേഹമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്.
ഈ സ്നേഹം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അത് ഇത്തിരി പണിയെടുക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടി ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുവിനോട്. വഅസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലാഹുവേ നിന്റെ സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നീ എന്നെ സ്നേഹിക്കണം, എനിക്ക് നിന്നെയും സ്നേഹിക്കണം. അതിനുള്ള തൗഫീക്ക് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെയും ഞാൻ നിന്നോട് ദുആ ചെയ്യുകയാണ്. നിന്നോടുള്ള സ്നേഹം ലഭിക്കാൻ എന്ത് അമലാണോ, എന്ത് കർമ്മമാണോ ഞാൻ ചെയ്യേണ്ടത്, അത് ചെയ്യാനുള്ള തൗഫീക്കും അള്ളാഹു നിന്നോട് ചോദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ, അതിൻ്റെ ചില ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ചില ഹദീസുകളിലും മറ്റും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ദുനിയാവിന് വേണ്ടി അവൻ അതിൻ്റെ പിന്നാലെ തന്നെ കൂടുകയില്ല എന്നുള്ളതാണ്. ദുനിയാവിൻ്റെ അഴുക്കുകൾ അവൻ്റെ ശരീരത്തിൽ പുരളുകയില്ല. ദുനിയാവ് അവനുണ്ടാകും, പക്ഷേ അവൻ്റെ ലക്ഷ്യം അതായിരിക്കുകയില്ല. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ വേണ്ടിയിട്ട് ആഖിറം മാറ്റി വെച്ചുകൊണ്ട് ദുനിയാവിൻ്റെ പിന്നാലെ പോവുക, ഇതൊരിക്കലും അള്ളാഹു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു ഒരാളെ സ്നേഹിക്കുന്നുവോ എങ്കിൽ അവൻ ദുനിയാവിൻ്റെ പിന്നിൽ മാത്രം സഞ്ചരിക്കുന്നവനായിരിക്കുകയില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ഹമാഹു ദുനിയ, ദുനിയാവിനെ തൊട്ട് അള്ളാഹു അവനെ സംരക്ഷിക്കും. ഏതുപോലെ, കമാ യദല്ലു അഹദുക്കും യഹ്മി സഖീമഹു മിനൽ മാ, നിങ്ങളിൽ ഒരാൾക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചാൽ ആ രോഗിയെ എന്ത് ചെയ്യും? ചിലപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നതിനെ തൊട്ട് അവനെ സംരക്ഷിക്കും. അവന് വെള്ളം കൊടുക്കൂല. ചിലപ്പോൾ മകനായിരിക്കും, അവന് ചിലപ്പോൾ വെള്ളം കൊടുക്കുന്നതിനെ തൊട്ടായിരിക്കും, അല്ലെങ്കിൽ വെള്ളം ശരീരത്തിൽ ഒഴിക്കുന്നതിനെ തൊട്ടായിരിക്കും. അത് രോഗം മാറുന്നത് വരെയും അവനെ വെള്ളം തട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിൻ്റെ ഭ്രാന്ത് അവൻ്റെ തലയിൽ പിടിക്കാതെ അള്ളാഹു അവനെ സംരക്ഷിക്കും. അവന് ദുനിയാവുണ്ടാവുകയില്ല എന്നല്ല, പക്ഷേ ദുനിയാവിന് വേണ്ടിയാവുകയില്ല അവൻ്റെ ജീവിതം. ദുനിയാവ് മാത്രമാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ, അതിന് പിന്നാലെ മാത്രമാണ് അവനിങ്ങനെ ഓടിപ്പായുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ അടയാളം. മറ്റൊരു അടയാളം, അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ചില പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ഇത് ഹദീസുകളിൽ കാണാം. ഇദമുൽ ജസാഇ മഅ ഇദമിൽ ബലാ, പ്രതിഫലത്തിൻ്റെ വലുപ്പം പരീക്ഷണത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ്. അള്ളാഹു ഏറ്റവും അധികം പ്രതിഫലം കൊടുക്കുന്നത് അമ്പിയാക്കൾക്കാണ്. അവർക്കാണ് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്. വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. രോഗങ്ങൾ കൊണ്ടാകാം, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കൊണ്ടാകാം, അതല്ല എങ്കിൽ പട്ടിണി കൊണ്ടാകാം, ദാരിദ്ര്യം കൊണ്ടാകാം, പല പല പ്രയാസങ്ങളിലൂടെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഫമൻ അറാദിയ ഫലഹു റിദാ, ആരാണോ സംതൃപ്തി അടയുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനമാണിത്, അള്ളാഹുവാണ് എനിക്ക് ഈ പ്രയാസമുണ്ടാക്കിയത്, അള്ളാഹുവാണ് എന്നെ പരീക്ഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിത് എന്ന് മനസ്സിലാക്കി ആരാണോ തൃപ്തി അടയുന്നവൻ, അവനാണ് അള്ളാഹുവിൻ്റെ റിദാ, അള്ളാഹുവിൻ്റെ തൃപ്തി അവനാണ്. വമൻ സഖിത ഫലഹു സഖത്, ആരാണോ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പൊറുതികേട് കാണിക്കുന്നവൻ, കോപിക്കുന്നവൻ, പിന്നോട്ട് പോകുന്നവൻ, അവന് അള്ളാഹുവിൻ്റെയും കോപമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ അടയാളം. പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങളിൽ വിജയിക്കുക എന്നുള്ളതായിരിക്കണം വിശ്വാസം ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു ഉദാഹരണം, മൂന്നാമത്തെ ഒരു അടയാളം, അവർക്ക് ഭൂമിയിൽ സ്വീകാര്യത അള്ളാഹു നൽകും എന്നുള്ളതാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ദഅ ജിബ്രീൽ, ജിബ്രീലിനെ വിളിച്ചു പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെടുന്നു, നീയും ഇഷ്ടപ്പെടുക. പേരെടുത്ത് പറയുന്നതാണ്. വളരെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ഇതാ മുഹമ്മദിനെ, അഹമ്മദിനെ, അതല്ലെങ്കിൽ ഖാസിമിനെ, ഇന്നയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു പേരെടുത്ത് പറയും. അതുകൊണ്ട് ഫഅഹിബ്ബ, നീയും അവൻ ഇഷ്ടപ്പെടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവൻ ഇഷ്ടപ്പെടും. എന്നിട്ട് സുമ്മ യുനാദി ജിബ്രീലു ഫിസ്സമാ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, എന്നിട്ട് ആകാശ ലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വിളംബരം ചെയ്യും, ഇതാ അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫഅഹിബ്ബു, നിങ്ങളും അവനെ ഇഷ്ടപ്പെടണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്ത് വിളംബരം ചെയ്യും. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശ ലോകത്തുള്ളവർ അവനെ ഇഷ്ടം വെക്കും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, എന്നിട്ട് ഭൂമിയിലുള്ളവർക്ക്, ഭൂമിയിലുള്ള ആളുകളിൽ ഇവനൊരു ഖബൂലിയത്ത്, ഒരു സ്വീകാര്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇവനൊരു സ്വീകാര്യത എന്ത് ചെയ്യും, നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ സ്വീകാര്യത ലഭിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക, മലായിക്കത്തിൻ്റെ ഇഷ്ടം ലഭിക്കുക, ഇതെല്ലാം അതിൻ്റെ അടയാളങ്ങളാണ്. അതേപോലെ മറ്റൊരു അടയാളമാണ് തിന്മകളിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടും എന്നുള്ളത്. ഓരോ ആളുകളും അവരവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കണം. എനിക്ക് നന്മകളിൽ മുന്നേറാൻ സാധിക്കുന്നുണ്ട്, തിന്മകളിൽ നിന്ന് മാറാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണത്, ഒരു അടയാളമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹ, ചില അടിമകൾ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും നവാഫിലുകൾ കൊണ്ട്, സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ട്. ഫർളായ കർമ്മങ്ങൾക്ക് പുറമെയാണ്, ഫർളായ കർമ്മങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. ഫർളില്ലാതെ സുന്നത്തില്ല. അപ്പോൾ ഫർള് ചെയ്തതിന് ശേഷം സുന്നത്തുകളിലൂടെ ഒരാൾ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫഇദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബി, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന, അവൻ്റെ കേൾവി എന്നിലൂടെയായി തീരും. ഉലമാക്കൾ അതിന് വിശദീകരിച്ചത്, അവൻ കേൾക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങളായിരിക്കും. വബസറഹു അല്ലദീ യുബ്സിറു ബി, അവൻ കാണുന്നത് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളായിരിക്കും. നിഷിദ്ധങ്ങൾ അവൻ കാണുകയില്ല അവൻ്റെ കണ്ണുകൾ കൊണ്ട്. വയദഹു അല്ലദീ യബ്തുശു ബിഹാ, അവൻ പിടിക്കുന്ന അവൻ്റെ കരങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കും, കാര്യങ്ങളായിരിക്കും. അവൻ്റെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് തൃപ്തിയുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. വരിജിലഹു അല്ലതീ യംശി ബിഹാ, അതേപോലെ തന്നെ അവൻ്റെ കാലുകൊണ്ട് അവൻ നടക്കുന്നതും അള്ളാഹുവിന് തൃപ്തിയുള്ള ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും. വഇൻ സഅലനീ ലഉഅതിയന്ന, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനീ ലഉഈദന്ന, അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഖുദ്സിയായ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ശരിയായ വഴിയിലൂടെ അള്ളാഹു സഞ്ചരിപ്പിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള മാർഗമാണ് നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ കൈകൾ കൊണ്ട് ചെയ്യുന്ന മറ്റ് പ്രവർത്തികൾ. എവിടേക്കാണ് നാം സഞ്ചരിക്കുന്നത്, ഏത് പാർട്ടികളിലേക്കാണ് പോകുന്നത്, ഏത് പ്രോഗ്രാമുകളിലേക്കാണ് നടക്കുന്നത്, പള്ളിയിലേക്കാണോ അതല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണോ, കുടുംബബന്ധം ചേർക്കാനാണോ, സൗഹൃദങ്ങൾ പുതുക്കാനാണോ, അതല്ല മോശപ്പെട്ട ഹറാമുകളിലേക്കാണോ, ഇത് അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് എന്ന് ഈ ഹദീസിലൂടെ വ്യക്തമാണ്. എങ്ങനെയാണ് അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിക്കുക? അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വഴി ഏതാണോ, മാർഗം ഏതാണോ, അതിനെ പിന്തുടരുക, അതിനെ അനുധാവനം ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ മാർഗം. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നബിയെ വിശ്വാസികളോട് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരണം എന്ന് അവരോട് പറയുക, എന്നെ പിൻപറ്റണമെന്ന് പറയുക. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്,
അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? നിങ്ങളെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കലാണ്, പിന്തുടരലാണ്. സ്വഹാബികൾ, സലഫുകൾ ധാരാളം കാണാൻ സാധിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അവർ ചോദിച്ചറിയും. എന്തിനാണ്? പിന്തുടരാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പിൽക്കാലത്തേക്ക് വന്നപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ആളുകൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും, സുന്നത്താണോ എന്ന് ചോദിക്കും. എന്തിനാണ്? സുന്നത്താണെങ്കിൽ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ്. സ്വഹാബികളും താബിഅകളും സലഫുകളും അങ്ങനെയായിരുന്നില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എന്ത് ചെയ്യുമായിരുന്നു? അവർ പിന്തുടരുമായിരുന്നു. അള്ളാഹു എന്നെ ഇഷ്ടപ്പെടാം എന്നുള്ളത് കൊണ്ട്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടും നിങ്ങളെ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ കാര്യങ്ങൾ മാത്രമല്ല, നിർബന്ധമായിരുന്നു. സുന്നത്തുകൾ ഒഴിവാക്കി പലപ്പോഴും ആളുകൾ നിർബന്ധമായ കാര്യങ്ങൾ തന്നെ ഒഴിവാക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കാണിച്ചു തന്നത്? നിർബന്ധമായതാകട്ടെ ഐച്ഛികമായതാകട്ടെ അതിന് പിന്തുടരുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ദുനിയാവിനോടുള്ള സ്നേഹം കുറയ്ക്കുക, അതിനോടൊരു വിരക്തി ഉണ്ടാവുക. ദുനിയാവിൽ കാലാകാലം ജീവിക്കും എന്നുള്ള ബോധം ഹൃദയത്തിൽ നിന്ന് മാറ്റുക. ഏത് സമയവും എനിക്ക് മരിക്കേണ്ടതാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഒരവധി. ഏതൊരു മനുഷ്യനും അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എത്ര കാലം അവൻ ജീവിക്കും, ഏത് സ്ഥലത്താണ് അവൻ മരിക്കുക, എങ്ങനെയാണ് മരിക്കുക. ഇത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഓരോ ദിവസവും നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലേക്കല്ല നാം അടുക്കുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണോ മരണത്തിന് ശേഷം യഥാർത്ഥ ജീവിതത്തിൽ എനിക്ക് ഉപകരിക്കുന്നത്, അതായിരിക്കണം നാം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ദുനിയാവിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് നല്ലതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രസിദ്ധമായ ഹദീസാണ്. നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹ്. എനിക്കൊരു പണി പറഞ്ഞു തരണം. ആ പണി ഞാൻ ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു പണി എനിക്ക് പറഞ്ഞതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഹബ്ബനി അന്നാസ്, മാത്രമല്ല ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബകല്ലാഹ്. ദുനിയാവിനോട് നീ ആർത്തിയിൽ ഉള്ളവനാകാതിരിക്കുക, അതിനോടൊരു വിരക്തി നിന്റെ മനസ്സിലുണ്ടാവുക. ആഖിറത്തിനെ ആയിരിക്കണം നിന്റെ മോഹം, നിന്റെ ആഗ്രഹം, പരലോകത്തെ വിജയമായിരിക്കണം. ദുനിയാവിനോടുള്ളതായ അതിയായ സ്നേഹം നീ മാറ്റിവെക്കുക, അതിനോട് നീ ഒരു വിരക്തി കാണിക്കുക. എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. അതേപോലെ വസ്ഗദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബകന്നാസ്. ജനങ്ങളുടെ കൈകളിലുള്ളത് നീ മോഹിക്കാതിരിക്കുക, എന്നാൽ ജനങ്ങൾക്കും നിന്നെ ഇഷ്ടമായിരിക്കും. ജനങ്ങളുടെ പിന്നാലെ അവരുടെ കയ്യിലുള്ളത് ലഭിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ കൂടാതിരിക്കുക, എന്നാൽ അവർക്കും നിന്നോട് പ്രയാസം ഉണ്ടാവുകയില്ല, അവരും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു വഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹുവും റസൂലിനെയും നിങ്ങൾ ഇഷ്ടപ്പെടുകയും അള്ളാഹുവും റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ് എങ്കിൽ ഫൽയസ്ദുഖ് ഹദീസഹു ഇദാ ഹദ്ദസ്. സംസാരിച്ചാൽ സത്യം മാത്രം പറയുക, അവൻ സത്യം മാത്രം പറയണം. ഫൽയസ്ദുഖ് ഹദീസ, അവൻ്റെ സംസാരത്തിൽ അവൻ സത്യമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല. ഒരു മുഅ്മിൻ കളവ് പറയുകയില്ല എന്നാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത വളരെ നീചമായൊരു സ്വഭാവമാണ് കളവ് പറയുക എന്നുള്ളത്. അതുകൊണ്ട് സംസാരിച്ചാൽ സത്യം മാത്രം പറയുക. വൽ യുഅദ്ദി അമാനതഹു ഇദാ ഉത്മിൻ. വിശ്വസിച്ച് ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിൽ ആത്മാർത്ഥത കാണിക്കുക, ആ അമാനത്ത് അവൻ വീട്ടുക. അതേപോലെ വൽ യുഹ്സിൻ ജിവാറ മൻ ജാവറ. അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക. നിന്റെ കാരണത്താൽ അയൽവാസിക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത്. നിന്റെ വാക്കുകൾ കൊണ്ട്, നിന്റെ പ്രവർത്തികൾ കൊണ്ട് അയൽവാസി എടുങ്ങേറാകുന്ന, പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക. എന്നാൽ അള്ളാഹുവും റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങൾ അവരെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, അതിൻ്റെ ധാരാളം പ്രതിഫലനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുള്ള ചില കാരണങ്ങളാണ് നാം പറഞ്ഞത്, ചില മാർഗങ്ങളാണ് പറഞ്ഞത്. ചില ഇബാദാത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ, നബിയുടെ ഭാര്യമാരെ അവരോട് സ്നേഹമുള്ളവരായിരിക്കണം. അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുക, അവരെ അപഹസിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ചേർന്ന രീതിയല്ല. പലപ്പോഴും അഹ്ലുസുന്നയുടെ വിരോധികൾ സ്വഹാബികളിൽ ചിലരെ സ്നേഹിക്കുന്നു, വേറെ ചിലരെ വെറുക്കുന്നു. ചില നബി പത്നിമാരെ വരെയും അപഹസിക്കുന്ന ചില ആളുകളുണ്ട്. ഇത് ഇക്കാലത്ത്, ഈ അടുത്ത കാലത്തായി വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പല ചിന്താധാരകൾ, പല സ്ഥലങ്ങളിൽ ഷിഈ ബന്ധമുള്ള പല ആളുകളും, പല സംഘങ്ങളും, പല വ്യക്തികളും അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ഉമ്മത്തിലേക്ക് സ്വഹാബികളിൽ ചിലരെ വെറുക്കാനും ചിലരോട് സ്നേഹം വെച്ച് പുലർത്താനുമുള്ള വളരെ ഗൂഢമായ അജണ്ട ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. സ്വഹാബികളെ എല്ലാം അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻ. അവർ അള്ളാഹുവിനെ സ്നേഹിച്ചവരാണ്, അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടവരാണ്, തൃപ്തിപ്പെട്ടവരാണ്. അള്ളാഹു പറഞ്ഞതാണ്. സ്വഹാബികളിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവരാകട്ടെ അവരെ സംബന്ധിച്ച് ന്യൂനത ആരോപിക്കുക എന്നുള്ളത്, അവരെ സംബന്ധിച്ച് ആക്ഷേപം പറയുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ്. ഖുലഫാഉർ റാഷിദീങ്ങളെ വരെയും തിന്മയുടെ അച്ചുതണ്ടായി പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്. പേര് ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എന്നാണ്. അപ്പോൾ ഇത് വളരെയധികം ജാഗ്രതയോടെ മുസ്ലിം ഉമ്മത്ത് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ ഈ ഒരു ചിന്താധാര വളരെ വ്യാപകമായി അവരുടെ എഴുത്തുകൾ, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നബി കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. സ്വഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനാണത്, ഈമാനിൽപ്പെട്ടത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസൈനുൻ മിന്നി വഅന മിൻ. ഹുസൈൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ അവനിൽപ്പെട്ടവനുമാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബൽ ഹസന വൽ ഹുസൈൻ. ഹസനെയും ഹുസൈനെയും സ്നേഹിച്ചവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ അൽ അൻസ്വാറു ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ. മുഅ്മിനല്ലാതെ അൻസ്വാറുകളെ സ്നേഹിക്കാൻ സാധിക്കൂല. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ. മുനാഫിഖുകളല്ലാതെ, കപടന്മാരല്ലാതെ അൻസ്വാറുകളോട് വിദ്വേഷം വെക്കുകയില്ല. ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്. ആരവരെ സ്നേഹിക്കുന്നുവോ അള്ളാഹു അവരെ സ്നേഹിക്കും. വമൻ അബ്ഗദഹും അബ്ഗദഹുല്ലാഹ്. അവരോട് ആരാണോ കോപം വെക്കുന്നവർ അള്ളാഹു അവരോട് കോപിക്കും. അപ്പോൾ സ്വഹാബികളെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയും നബി കുടുംബത്തെയും എല്ലാം സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്നേഹം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം നല്ല സ്വഭാവത്തിനുടമയാവുക എന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ. ഒരിക്കൽ ആറാബികൾ ചിലർ, ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്നത് കാണാം, മദീനയിലേക്ക് വന്നു. ആറാബികൾ ഗ്രാമീണരായ അറബികളാണ്. അവർ മദീനയിൽ വരുമ്പോൾ സഹാബികൾക്ക് വലിയ സന്തോഷമാണ്. കാരണം സ്വഹാബികളിൽ പലരും പല കാര്യങ്ങളും പെട്ടെന്ന് തുറന്നടിച്ച് ചോദിക്കാൻ മടിയുണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്നാൽ ഗ്രാമീണരായ വലിയ സംസ്കാര സമ്പന്നരല്ലാത്ത ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ തുറന്ന് ചോദിക്കും കാര്യങ്ങൾ നബിയോട്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാം. ഇങ്ങനെ എന്ത് ചെയ്തു, ഒരു സംഘം അഅറാബികൾ വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമൻ അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ. അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. ഇതൊരു വിശ്വാസി അവൻ്റെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാവുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാകാൻ വേണ്ടിയിട്ട്. രാത്രി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാകാൻ വേണ്ടിയിട്ട്. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട്, എല്ലാവരോടും നല്ല സ്വഭാവത്തിലായിരിക്കണം. വാഹനം ഓടിക്കുകയാണെങ്കിൽ, വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, നമ്മുടെ നോട്ടത്തിൽ, സംസാരത്തിൽ, എവിടെയും നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുക. ആളുകളെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കുന്ന വലിയ പാപത്തിൽപ്പെട്ടതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ്, അത് നാവ് കൊണ്ടാണെങ്കിൽ പോലും. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തിനാണ് ധാരാളം ഹദീസുകളിൽ വിഷയത്തിൽ കാണാം. ഈ നല്ല സ്വഭാവത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ധാരാളം ഉദാഹരണങ്ങൾ ഹദീസുകളിൽ കാണാം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടും. സ്വഭാവവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളുണ്ട്. അതുകൊണ്ട് സ്വഭാവം നന്നാക്കി തീർക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.